നമസ്കാരം. ഞാൻ ഡോക്ടർ വിവേക്, കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പൊതുജനങ്ങൾക്കായി കുഞ്ഞു കുഞ്ഞ് ആരോഗ്യ സംബന്ധമായ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇന്ന് ഞാൻ അതിനിവിടെ തുടക്കം കുറിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം, ഇതിപ്പോൾ മഴക്കാലമാണ്. മഴക്കാലം, പനിക്കാലം. നമുക്ക് പനിയെക്കുറിച്ച് തന്നെ സംസാരിച്ച് തുടങ്ങാം. മഴക്കാലത്തുള്ള പനി. പനി എന്നാൽ എന്താണ്? പനി ഒരു രോഗമാണോ? പലരുടെയും വിചാരം പനി ഒരു രോഗമാണെന്നാണ്. പനി ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണ്. ശരീരത്തിന് അണുബാധ, ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ശരീരം അതിനോട് പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് പനി. വേദനയ്ക്ക് കടയിൽ പോയി, മരുന്ന് കടയിൽ പോയി വേദന സംഹാരം വാങ്ങിക്കുന്നൊരു പ്രവണത പലപ്പോഴും രോഗികളിൽ കാണാറുണ്ട്. അത് തീർത്തും തെറ്റായ ഒരു പ്രവണതയാണ്. കാരണം പനി വന്ന് പോവും, വേദനയും പോവും. പക്ഷേ നമ്മുടെ കിഡ്നിക്കൊക്കെ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വേദന സംഹാരം ഒരിക്കലും കടയിൽ പോയി വാങ്ങിച്ച് ഡോക്ടറുടെ കുറിപ്പില്ലാതെ കഴിക്കാൻ പാടില്ല. പനിക്ക് നിങ്ങൾക്ക് പാരസെറ്റമോൾ കഴിക്കാം. പാരസെറ്റമോൾ അത്യാവശ്യം വേദന സംഹാരിയും കൂടെയാണ്. പലരുടെ സംശയമാണ്, കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ കഴിക്കാമോ? പലരും ഇൻസുലിനൊക്കെ നിർത്തി. ഷുഗർ വളരെ കൂടുതലായിട്ട് വരാറുണ്ട്. ഷുഗർ കൂടിയാൽ മറ്റ് അസുഖങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. നമ്മുടെ പനി തന്നെ സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഒരിക്കലും നിർത്താൻ പാടില്ല. പിന്നെ എന്ത് ആഹാരം കഴിക്കും? വയറിന് ദഹിക്കാൻ പറ്റുന്ന ആഹാരം എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഏറ്റവും ദഹിക്കാൻ എളുപ്പമുള്ളൊരു ഫുഡാണ് കഞ്ഞി. പക്ഷേ കഞ്ഞിക്കകത്ത് കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പനിയുടെ സമയത്ത് ശരീരത്തിന് അണുബാധയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പ്രോട്ടീൻസ് കൂടെ വേണം. പ്രോട്ടീൻസ് അധികമുള്ള മുട്ട, ചിക്കൻ, പയറ്, കടലയും കൂടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ധാരാളം വെള്ളം കുടിക്കണം. ശരീര നിർജ്ജലീകരണം ഉണ്ടാവാൻ പാടില്ല. പിന്നെ പലരുടെയും ഒരു സംശയമാണ്, കുളിക്കാമോ? ശരീരം ശുദ്ധിയായി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. നിങ്ങൾക്ക് കുളിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പനി ഒന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാം. ഈ സമയത്ത് ശരീരത്തിന് വേണ്ടത് നല്ല റെസ്റ്റാണ്, അതായത് വിശ്രമം. നല്ല വിശ്രമത്തിൽ കൂടി തന്നെ ഈ പനി നല്ലവണ്ണം വിട്ടുമാറുകയും ചെയ്യും. കഠിനമായ ജോലികളൊന്നും ഈ സമയത്ത് ചെയ്യാൻ പാടില്ല. ഇത് കൂടാതെ കുറച്ച് അപായ സൂചനകളെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാർണിംഗ് സിംറ്റംസ്. വിട്ടുമാറാത്ത പനി, ഭയങ്കരമായ ശരീരവേദന, വയറുവേദന, ഛർദി. ഇത് കൂടാതെ ശരീരത്തിൽ കുഞ്ഞു കുത്തുകത്തുവത് കണക്കുള്ള റാഷസ്, ചുമന്ന റാഷസ്, പാടുകൾ, ഇവയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ചെല്ലണം. ഒരുവിധപ്പെട്ട കൊച്ചു സംശയങ്ങൾക്ക് ഉത്തരം ഞാൻ പറഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. ഞാൻ തീർച്ചയായിട്ടും ഉത്തരം നൽകുന്നതായിരിക്കും. ഇനി മറ്റൊരു വീഡിയോ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, താങ്ക് യു.